ഞങ്ങളും ആ സ്വപ്നത്തിലേക്കുള്ള ഒരുപാട് കഠിനാധ്വാനം ഇക്കാനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരുമാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞാൽ പോരാ, കുറച്ചും കൂടെ നല്ല രണ്ട് വാക്ക് ഇക്കാലിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നില്ലേ? യെസ്. എനിക്ക് ഒന്നാമത് സംസാരിക്കാറില്ല, അത് വേറെ അല്ല. മെയിനായിട്ട് ഒന്നും വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നന്ദി മാത്രമേ പറയാനുള്ളൂ. കാരണം ഇത് പ്ലാൻ ചെയ്ത അന്ന് മുതൽ ഈ മൊമെൻ്റ് വരെ എല്ലാവരെയും സപ്പോർട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഥ എൻ്റെ അടുത്ത് ഫയാസ് പറയുന്ന ആ മൊമെൻറ്റ് മുതൽ ഇപ്പോഴും എൻ്റെ കൂടെ തന്നെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് കഥ ആർട്ടിസ്റ്റോട് പറയുന്ന സമയം, അത് കഴിഞ്ഞ് അവിടെ ലൊക്കേഷൻ്റെ കാര്യങ്ങൾ ഇറങ്ങിയ സമയം, അങ്ങനെ പല കാര്യങ്ങളിൽ ഈ കാണുന്ന ആളല്ല, ഇതിൽ കുറേ പേരോട് നന്ദി പറയാനുണ്ട്. അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ സാധനം ഇങ്ങനെ ആയത്. അതെല്ലാവരും നന്ദി മാത്രമേ ഉള്ളൂ. എനിക്ക് വിശദമായിട്ട് സംസാരിക്കാനൊരു മൊമെൻറ്റിലല്ല, കാരണം ഞാൻ ശരിക്കും വേറൊരു ലോകത്താണ്. അതാണ് ആക്ച്വലി ഞാൻ ഇപ്പോൾ പേരെടുത്ത് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവായി പോകും, എന്തായാലും എല്ലാവരും എത്തില്ല. ഈ കഥയുമായിട്ട് നമ്മൾ ആദ്യം ഞാൻ പറയുന്നത് ജിതിൻ്റെ അടുത്ത് പറയുന്നു. ജിതിൻ്റെ അടുത്ത് കിട്ടിയ ഒരു സപ്പോർട്ടുണ്ട്. ശേഷം ഞങ്ങൾ ശാന്തിയുടെ അടുത്ത് ചെന്നു. ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ കഥ പറയുമ്പോഴൊന്നും ഇങ്ങനെ ഒരു പരിപാടിയായിട്ട് അവരെ നമുക്ക് സ്ക്രീനിൽ കിട്ടുന്നൊട്ടും വിചാരിച്ചല്ല. പക്ഷെ കഥ പറഞ്ഞു, കഥ കേട്ട് അപ്പോൾ തന്നെ അവർ നമുക്ക് ചെയ്തു തരാൻ സമ്മതിച്ചു. പിന്നെ ഇതിൽ ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് മിക്കവരും അങ്ങനെ ഒരു പേയ്മെൻറ്റ് പ്രതീക്ഷ അങ്ങനെ ചെയ്തതല്ല. കഥ ഇഷ്ടപ്പെട്ട് നമ്മളോട് ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. അതുകൊണ്ട് മാത്രമാണ് സാധ്യമായത്. പിന്നെ എല്ലാത്തിനും നമ്മളിങ്ങനെ സംഭവിക്കണമെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടണം. അതിന് എനിക്ക് ഭാര്യ ഇത് ചെയ്യാനായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം എനിക്ക് എത്താൻ പറ്റിയത് എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ്. എനിക്ക് കൂടുതൽ പറഞ്ഞ് വീണ്ടും അലമ്പാവുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ കൂടെ ആദ്യം ജിതിനും ശാന്തിയൊക്കെ അതിനെ കുറിച്ച് പറയാൻ തോന്നുന്നു. അവരുടെ കാര്യങ്ങൾ ഞാൻ ജിതിനെ രണ്ടു വാക്ക് പറയും. താങ്ക് യു.